മിറക്കിൾ കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുലാവാണിത്. അതുപോലെ തന്നെ പിള്ളേർക്ക് വെജിറ്റബിൾസ് കഴിക്കാത്ത പിള്ളേർക്ക് വെജിറ്റബിൾസൊക്കെ കൂടുതൽ കഴിക്കാൻ പറ്റും. അതുപോലെ കുട്ടികൾക്ക് ടിഫിനകത്ത് നമുക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റും. അധികം കറികളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന 3 കപ്പ് ബസുമതി റൈസാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത്. ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം വെള്ളമെല്ലാം ഒന്ന് പോകുന്ന അവിടെ വരെ ഒരു 5 മിനിറ്റ് വയ്ക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ വലിയൊരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ബീൻസ് ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലെടുത്തോ ടേസ്റ്റാണ്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. വെജിറ്റബിളൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലൊക്കെ വെജിറ്റബിൾ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളിയാണ്. അപ്പോൾ തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3 വലിയ സവാള. അപ്പോൾ 3 വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 കപ്പ് അരിക്ക് 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാപ്സിക്കായിരുന്നു. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇത്രയും എടുത്തിട്ടുണ്ട്. 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതുപോലെ 12 അല്ലി വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് മല്ലിയില എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പുതിനയില. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ പുതിനയില കൂടുതൽ ഞാൻ എടുത്തിട്ടില്ല, 1/4 കപ്പ് എടുത്തുള്ളൂ. അപ്പോൾ പുതിനയില കൂടുതലെടുത്ത ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മിക്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനകത്തോട്ട് എടുത്തിരിക്കുന്നത് കറുവപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ ഏലക്ക, കുരുമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഏലക്കയൊക്കെ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. കറുവപ്പട്ട 2 പീസ്, വലിയ 2 പീസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും അതുപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നീ സൺഫ്ലവർ ഓയിൽ മാത്രമായിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ നെയ്യ് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയെല്ലാം ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റാം. എല്ലാം ഒന്ന് പൊട്ടി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 3 സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ആദ്യം ഞാനിതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് സവാളയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടി, അതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സവാള ഇതുപോലെ വഴറ്റി കൊടുക്കാം. അതുപോലെ നേരത്തെ എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊരു പേസ്റ്റ് ആക്കിയില്ലേ, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉള്ളി മൂത്ത് വന്നതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചാലും മതി. അതുപോലെ മല്ലിയിലൊക്കെ ലാസ്റ്റ് അരിഞ്ഞിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിതാ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒരു 3 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിം വെച്ച് ഇതുപോലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയാണ്. അപ്പോൾ 2 തക്കാളിയാണ്. അപ്പോൾ ഇതിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിം വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിയിലയുടെയും അതുപോലെ പുതിനയിലയുടെയൊക്കെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതോടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പോയി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മല്ലിയിലയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അരയ്ക്കുന്നതിന് പകരം അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കാറുള്ള അപ്പോൾ 2 രീതിയിലും ചെയ്യാറുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് തോന്നിയത് ഈ രീതി ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ
ഉപ്പ് കുറച്ച് മുന്നേ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഞാൻ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിയുടെ വെള്ളമെല്ലാം നന്നായിട്ട് പോയിരുന്നതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഒരുപാട് നേരം ഇളക്കി കൊടുക്കണ്ട. കാര്യം നമ്മൾ ഒരുപാട് നേരം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിം വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതുപോലൊന്ന് അനക്കാതെ വയ്ക്കാം. ഇപ്പോൾ പച്ചക്കറി എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 6 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ അരിയൊക്കെ തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചപ്പോൾ തന്നെ ഒന്ന് തിളയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അരിയുടെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വരുമ്പോൾ കൃത്യമായിട്ട് അരി വെന്തിരിക്കും. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പുലാവൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി കറക്റ്റ് ആ ഒരു വേവിന് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഫ്ലേവറുണ്ട് പുലാവിൻ്റെയൊക്കെ, എല്ലാത്തിനെയും കൂടെ മിക്സ് നല്ലൊരു മണമുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടെയോ പനീർ കറിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.